ഇടക്കൊച്ചിയിൽ ഒടിഞ്ഞ പോസ്റ്റിന്റെ കമ്പിയിൽ ഉടക്കി തെരുവ് നായയ്ക്ക് മാരകമായി മുറിവേറ്റു. അധികൃതരെ വിവരമറിയിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന ആക്ഷേപം. മുറിവേറ്റ നായയെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നും അടിയന്തര ചികിത്സ ഉറപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇടക്കൊച്ചി ശ്മശാനത്തിന് സമീപം തെരുവ് നായയെ മാരകമായി മുറിവേറ്റ നിലയിൽ കണ്ടെത്തി. ഒടിഞ്ഞ ഇലക്ട്രിക് പോസ്റ്റിന്റെ കമ്പിയിലുടക്കി കാലിന്റെയും വയറിന്റെയും ഇടയിലാണ് മാരകമായി മുറിവേറ്റത്. നായകൾ തമ്മിൽ കടിപിടിച്ച് പോസ്റ്റിന് മുകളിലേക്ക് വീണതാണെന്ന് ശ്മശാനം സൂക്ഷിപ്പുകാരൻ പറയുന്നു. സംഭവിച്ചപ്പോൾ കടി പിടിച്ച് പോസ്റ്റിൻ്റെ മുകളിൽ പോയി വീട് ഒരു കമ്പിക്കിൽ ഇപ്പം ഉണ്ടായ പോസ്റ്റിൻ്റെ കമ്പി അതിൽ കുളത്ത് വീണാണ്. 4 മണിക്ക് 11 മണിക്ക് ഒരു പരിപ്പ് ബോഡി വന്നേക്കുന്നത് എനിക്ക് ചെല്ലാൻ പറ്റുന്ന കണ്ടീഷനാണ്. ഒരു കണക്കിന് അവൻ രക്ഷപ്പെട്ട് പോയി. പിന്നെ അവൻ ഇപ്പോൾ വന്ന് കയറിയത് എനിക്കറിയാൻ പറ്റില്ല. ഇന്ന് നേരപ്പോഴേക്കും അവരെ കാണണം. ഞാൻ ചൂട് നേരെ ഡെറ്റോൾ കഴിച്ചാദ്യം പിന്നെ ചൂടിയാരം ഇട്ട് കൊടുത്തു. മൃഗങ്ങൾ ചൂടിയാരും പ്രാധാന്യം. നാട്ടുകാരനായ ഒരു മൃഗസ്നേഹിയാണ് ഈ നായയ്ക്ക് ബിസ്ക്കറ്റ് ഉൾപ്പെടെ നൽകി വരുന്നത്. മൃഗാശുപത്രിയിൽ വിളിച്ചറിയിച്ചപ്പോൾ അവിടെ സർജൻ ഇല്ല എന്ന മറുപടിയാണ് ലഭിച്ചതെന്നും അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. പട്ടിക്ക് കമ്പി കൊണ്ടത് ആരെങ്കിലും കൗൺസിലറിനും മറ്റുള്ളവരൊക്കെ അറിയിച്ച്, എന്നിട്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഹോസ്പിറ്റലിലേക്ക് ജീജ വിളിച്ച് പറഞ്ഞ് മറ്റുള്ളവർ ഇവിടുന്ന് നാട്ടുകാർ വിളിച്ചു പറഞ്ഞു. ഞാനാണ് ചിലപ്പോ ബിസ്ക്കറ്റൊക്കെ അത് ഇതൊക്കെ കൊടുക്കുന്നത്. ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഒന്നും മാർഗം ഉണ്ടായിട്ടില്ല. നായയെ എത്രയും വേഗം ആശുപത്രിയിലെത്തിച്ച് ആവശ്യമായ ചികിത്സ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ സ്മാർട്ട് മാർട്ടിൽ സ്റ്റുഡൻസ് കോർണർ ആരംഭിച്ചിരിക്കുന്നു. സ്കൂൾ ബാഗുകൾ, കുടകൾ, റെയിൻകോട്ടുകൾ, നോട്ട്ബുക്കുകൾ, മറ്റു സ്റ്റേഷനറി സാധനങ്ങൾ 10 മുതൽ 40% വരെ വിലക്കുറവിൽ ലഭ്യമാകുന്നു. PMSCB സ്മാർട്ട് മാർട്ട്, 40 ഫീറ്റ് റോഡ്, പള്ളുരുത്തി.